കുളപ്പാട് പാർവതി പരമേശ്വര ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഇന്ന് 1000 കുടം അഭിഷേകം. ഇവിടെ പുതുതായിട്ട് ഒരു അത്ഭുതം, വർഷങ്ങളായിട്ട് നോക്കിയിട്ടും വെള്ളം കിട്ടാതായിരുന്നൊരു സ്ഥലത്ത് 4 കോലിൽ വെള്ളം കണ്ടു. വളരെ സമൃദ്ധമായ വെള്ളമാണ് കിട്ടുന്നത്. അതുപയോഗിച്ച് ഇന്നിവിടെ 1000 കുടം അഭിഷേകം ഭഗവാന് ചെയ്യാണ്. തന്ത്രി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ കിഴക്കുംപാട്ടില്ലത്ത് ഉണ്ണികൃഷ്ണൻ തിരുമേനിയാണ് നിർവഹിക്കുന്നത് ആ ചടങ്ങ്. വളരെയധികം ഭക്തരൊക്കെ വന്ന് അതിനോടനുബന്ധിച്ച് പ്രാദേശികമായിട്ട് ചെറിയ കലാപരിപാടികളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ശിവരാത്രിക്ക് ശിവൻ ഉറങ്ങുമ്പോൾ മറ്റുള്ള ജനങ്ങൾ രാവിലെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ക്ഷേത്രത്തിൻ്റെ പുറത്തെ സ്റ്റേജിൽ കലാപരിപാടികളൊക്കെ ഉണ്ട്. അല്ലേ, ശിവരാത്രിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു പുതിയ കിണർ കുഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ 2 കിണർ കുഴിച്ചു. അപ്പോൾ നമുക്ക് യഥാസ്ഥാനത്ത് കിട്ടിയ കിണറിൽ തന്നെ നമുക്ക് 4 കോലിൽ വെള്ളം കിട്ടിയത് കാരണം അത് നമ്മൾ ഭഗവാന് സമർപ്പിക്കാനായി 1000 കുടം എന്ന രീതിയിലൊരു വഴിപാട് സമർപ്പണമാണ് ഇതിന് നമ്മൾ ഈ ശിവരാത്രിക്ക് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ഷേത്രം വകയുണ്ട്, ഭക്തജനങ്ങളെ വകയും വഴിപാടായിട്ട് 1000 കുടം വഴിപാടുകൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ. എന്നുവെച്ചാൽ പൊതുവെ ജലക്ഷാമമുള്ളൊരു സ്ഥലമാണിത്. പുഴേൻ്റെ വക്കായതുകൊണ്ട് വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജിയോളജിയൊക്കെ വന്ന് നോക്കിയിട്ടും ഇവിടെ ജലക്ഷാമം കണ്ടൊരു സ്ഥലമാണ്. അത് വെള്ളം കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറയും. കുറവാന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അത്ഭുതം എന്നുള്ള നിലയ്ക്കാണ്, ഭഗവാന്റെ സാന്നിധ്യം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഈ ജലം ഇത്ര കുറഞ്ഞ ആഴത്തിൽ തന്നെ കിട്ടിയതുകൊണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കിണർ നമുക്ക് കുഴിച്ചിരുന്നു. അത് 7.5 കോല് കുഴിച്ചിട്ട് നമുക്ക് പാറ കണ്ടു. ഒരു തുള്ളി വെള്ളം കാണാൻ പറ്റിയില്ല. അത് നമ്മൾ മൂടുകയും ചെയ്തു. ഇതിന് കൂടെ തന്നെ കുഴിച്ചതായിരുന്നു. അതിൻ്റെ കൂടെ ഭക്തജനങ്ങൾക്ക് ഒരിക്കലൊക്കെ അതിൻ്റെ അരിഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അതിന് അനുയോജ്യമായ വിധത്തിലുള്ള ഭിക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്.